നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഓസ്ട്രേലിയൻ പര്യടനം തുടരുകയാണ്. CPMന്റെ പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിലെ ഭരണത്തിന് സാധിക്കില്ല എന്നാണ് MV ഗോവിന്ദൻ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ പറഞ്ഞത്. ഭരണഘടനാപരമായ ഭരണകൂടത്തിന്റെ നയം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും ആ നയം വെച്ചാണ് കേരളത്തിലെ പോലീസിനെയും ഭരണകൂട സംവിധാനത്തിനെയും LDF സർക്കാരിനെയും കൈകാര്യം ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അവിടുത്തെ സമൂഹ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ പരിപാടികൾ നടപ്പാക്കാനുള്ള ഭരണകൂട വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ഭരണമല്ല കേരളത്തിൽ ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനായി യാത്ര തിരിച്ചതിൽ നേരത്തെ വിമർശനമുണ്ടായിരുന്നു. എന്നാൽ വിമർശനം CPM തള്ളിക്കളഞ്ഞു. ഓസ്ട്രേലിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് MV ഗോവിന്ദൻ കുടുംബസമേതം എത്തിയത്. ഇടത് അനുകൂല പ്രവാസി സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനായിരുന്നു യാത്ര. യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ച യാത്രാ തീയതി മാറ്റിയിരുന്നു. ഇടത് അനുകൂല സംഘടനയായ നവോദയ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയിലും കുടുംബ സംഗമത്തിലുമാണ് MV ഗോവിന്ദൻ പങ്കെടുക്കുന്നത്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ, പെർത്ത് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. ഒരാഴ്ചത്തെ സന്ദർശനമാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് തൊട്ടുപിന്നാലെ അമേരിക്കയടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും യാത്ര തിരിച്ചതും അന്ന് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ആർക്ക് നൽകും എന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് PB അംഗം കൂടിയായ MV ഗോവിന്ദന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം. ദുഃഖാചരണം കഴിഞ്ഞാണ് പോയതെന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായതുകൊണ്ട് അതിൽ വിമർശനത്തിന് പ്രസക്തി ഇല്ലെന്നുമാണ് CPMന്റെ നിലപാട്. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തിന് പിന്നാലെയാണ് MV ഗോവിന്ദൻ വിദേശ പര്യടനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ടത്. അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം കുടുംബസമേതം യാത്രയായത്. ഇടത് അനുകൂല പ്രവാസി സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ അതിഥിയാണ്. നവോദയയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അവരുടെ സാംസ്കാരിക കൂട്ടായ്മയിലും MV ഗോവിന്ദൻ പങ്കെടുക്കും. അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെയും സംഘത്തിൻ്റെയും യാത്രാ നടപടി പാർട്ടിക്കകത്തും പുറത്തും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. യെച്ചൂരിക്ക് പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ പാർട്ടിയിൽ സജീവമാണ്. ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ആർക്ക് നൽകും എന്നത് അടക്കം നിർണായക ചർച്ചകൾക്കിടെയാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്നുള്ള PB അംഗം കൂടിയായ MV ഗോവിന്ദന്റെ വിദേശ സന്ദർശനം. ദുഃഖാചരണം കഴിഞ്ഞാണ് പോയതെന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് വിമർശനത്തിന് പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിയും അതുതന്നെ പറയുന്നു. സെപ്റ്റംബർ 27 മുതൽ 30 വരെ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളാണ്. അടുത്ത പാർട്ടി കോൺഗ്രസിന് ഇനി 7 മാസം മാത്രമേ ബാക്കിയുള്ളൂ. 2025 ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ് CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ്. അതിനാൽ പുതിയ ജനറൽ സെക്രട്ടറി ഉടനെ തിരഞ്ഞെടുക്കാനിടയില്ല. പകരം അതുവരെ ദൈനംദിന കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ ചുമതലപ്പെടുത്തിയേക്കും. CPM പല വിഷയത്തിലും പ്രതിരോധത്തിലാകുന്ന അവസ്ഥയിൽ, പലപ്പോഴും പല കാര്യങ്ങളിലും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി വിദേശയാത്ര പുറപ്പെട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. PV അൻവർ MLA ഉന്നയിച്ച പല ആരോപണങ്ങൾ, ഇതൊക്കെ പാർട്ടിയെയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒക്കെ ADGP അജിത് കുമാറിന് നൽകുന്ന പിന്തുണ സംബന്ധിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അൻവറിൻ്റേത് ഉണ്ടയില്ല വെടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കാൻ അൻവറിൻ്റെ ആരോപണങ്ങൾ ധാരാളം മതി എന്ന വിമർശനം ഉണ്ട്. അത്തരത്തിൽ CPM എല്ലാ തരത്തിലും പ്രതിരോധത്തിൽ നിൽക്കെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിവിധ പാർട്ടി നേതാക്കൾക്കുമൊക്കെ എതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വിദേശയാത്രകൾ പാർട്ടി സെക്രട്ടറി കുടുംബസമേതം നടത്തുന്നത് എന്നതും ശ്രദ്ധേയം.